ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഹണിക്കോംബ് ഐസ്ക്രീമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 600 മില്ലി ഡബിൾ ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന എക്സ്ട്രാ തിക്ക് ഡബിൾ ക്രീമാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര, അതൊരു 150 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ സിറപ്പ് വെച്ചോ മേപ്പിൾ സിറപ്പ് വെച്ചോ അല്ലെങ്കിൽ ഹണി വെച്ചിട്ടോ ചെയ്യാം. ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്ന ഹണിയാണ്, അത് 4 ടേബിൾ സ്പൂൺ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1 ക്യാൻ 300 മില്ലി. പിന്നെ ബേക്കിംഗ് സോഡ വേണം. ഞാനൊരു ബേക്കിംഗ് ഷീറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഹണിക്കോംബ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹണിയും ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. തീ കത്തിച്ചു കൊടുക്കാം. തീ ഓൺ ചെയ്യാം. ഇതൊരു ലോ മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഡിസോൾവ് ആവുന്നത് വരെ ഒരു ഗോൾഡൻ ഇത് ഇളക്കി കൊടുക്കണമെന്നില്ല. ഇളക്കിയാൽ ചിലപ്പോൾ ഒരുപാട് ഇളക്കി ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം. ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി നിന്നില്ല, ചിലപ്പോൾ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യണം. വിസ്ക് ചെയ്യുമ്പോൾ നന്നായിട്ടത് പതഞ്ഞു വരും. ആ സോഡ എല്ലായിടത്തും ഒന്ന് എത്തണം, നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് എത്തണം. ഓവറായിട്ട് വിസ്ക് ചെയ്യുകയും ചെയ്യല്. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊമ്പ് ബേക്കിംഗ് ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. 1/2 മണിക്കൂറെങ്കിലും വേണം ഇത് മൊത്തമായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടി. ആ ഹണിക്കോമ്പ് തണുക്കുമ്പോഴേക്കും നമുക്ക് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബീറ്ററും പിന്നെ അതിൻ്റെ ബൗളും ഒന്ന് തണുപ്പിച്ചെടുക്കാം. വേണ്ട, ഇനി ഇത് ചെറുതായിട്ട് ക്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു ഫ്രീസർ ബാഗിലോട്ടാക്കിയിട്ട് ഒന്ന് ഇതിവിടെ ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം.
of pig. Vanilla. Like it. കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഹണിക്കോമ്പിന് എടുത്ത 4 ടേബിൾ സ്പൂൺ അല്ലാതെ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ ഹണി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ക്രീം വിപ്പ് ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഹണിക്കോം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കുറച്ച് ഹണിക്കോം ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഫ്രീസറിൽ വെക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഐസ്ക്രീമിന് മേളിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ഫിലിം വെച്ച് മൂടി അതിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ടുണ്ട്. ഞാൻ ഇതിനി ഫ്രീസറിൽ വെക്കാൻ പോവാം. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് ഇത് വെക്കാൻ പോവാണ്. നല്ലതാണോ? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ?